ഹായ്, സഹദേവ് മാഷാണ്. ജിയോമെട്രിക്കൽ പാറ്റേൺസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ ഞാൻ ചെയ്യുന്ന ചിത്രം A3 പേപ്പറിലാണെങ്കിലും ചാർട്ട് പേപ്പറിൽ നിങ്ങൾ വരയ്ക്കേണ്ട ആ അളവ് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരുന്ന ആ ചിത്രം അതിൻ്റെ ഇരട്ടി അളവെടുത്ത് ചാർട്ട് പേപ്പറിലേക്ക് വലുതാക്കി വരയ്ക്കാം. ഇതാ ഞാൻ പേപ്പറിൻ്റെ മധ്യഭാഗത്ത് 1.5 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരച്ച് അതേ റേഡിയസ് കൊണ്ട് 6 തുല്യ ഭാഗമാക്കുകയാണ്. 1.5 സെൻറ്റിമീറ്ററാണ്, ഓർക്കുക. നിങ്ങൾ ചാർട്ടിൽ എടുക്കേണ്ടത് 3 സെൻറ്റിമീറ്ററാണ്. ചാർട്ടിലാണെങ്കിൽ എടുക്കേണ്ടത് 3 സെൻറ്റിമീറ്റർ റേഡിയസും അതേ റേഡിയസ് കൊണ്ട് തന്നെ കട്ട് ചെയ്യുകയും ചെയ്യുക. അതിനുശേഷം നമുക്ക് എതിർ പോയിൻ്റുകൾ ചേർത്ത് വരയ്ക്കുമ്പോൾ മധ്യബിന്ദുവിലൂടെ പോകും. അപ്പോൾ ആ സർക്കിളിനെ 6 തുല്യ ഭാഗമാക്കും. നമുക്കിത് 6 അല്ല 12 തുല്യ ഭാഗമാക്കണം. അതിനു വേണ്ടിയാണ് മേലെ രണ്ടിൻ്റെയും മധ്യബിന്ദു കണക്കാക്കി കിട്ടാൻ വേണ്ടി വീണ്ടും ആർക്ക് വീശിയത്. അത് 6 ഭാഗത്തും വേണ്ട, 3 സൈഡിൽ ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മധ്യബിന്ദുവും ആ പോയിൻറ്റും ചേർത്ത് വെക്കുമ്പോൾ ഇങ്ങനെ ഒരു സർക്കിൾ 12 തുല്യ ഭാഗമാക്കി മാറ്റി. വീണ്ടും അതേ റേഡിയസാണ് എടുക്കുന്നത്. 1.5 സെൻറ്റിമീറ്റർ തന്നെ, 1.5 സെൻറ്റിമീറ്ററിൽ തന്നെ അടുത്തടുത്ത പോയിൻറ്റുകളിൽ നിന്ന് വീണ്ടും പുറത്തേക്ക് ആർക്ക് വീശുകയാണ്. അപ്പോൾ അങ്ങനെ 12 തവണ വീശാനുണ്ടാകും, കാരണം 12 എണ്ണാണല്ലോ ഉള്ളത്. അപ്പോൾ ആർക്ക് വീശി ആ മുറിയുന്ന പോയിൻ്റ് കണ്ടെത്തുകയാണ്. അപ്പോൾ അവിടേക്കുള്ള അകലം ഈ അളവ് പറയുകയാണ് 1.5 സെൻറ്റിമീറ്ററാണ്. നിങ്ങൾ ചാർട്ടിൽ സ്കെയിൽ വെച്ച് നോക്കിയാൽ ഈ അളവ് 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ 3 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള ഒരു ചതുർഭുജമാണ് നിങ്ങൾക്ക് കിട്ടുക. എനിക്കിത് A3 പേപ്പറിൽ ഞാൻ ചെയ്യുന്നതുകൊണ്ട് അത് 1.5 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ വശങ്ങൾ. അപ്പോൾ 1.5 സെൻറ്റിമീറ്ററിന് പകരം നിങ്ങൾ എടുക്കേണ്ടത് 3 സെൻറ്റിമീറ്ററാണ്. അത് ഓർക്കുക. ചാർട്ടിൻ്റെ മധ്യബിന്ദു കാണാൻ ആ ചാർട്ടിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 56 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ വീതിയുടെ മധ്യഭാഗം ഒരു ഭാഗത്തുനിന്ന് 28 സെൻറ്റിമീറ്റർ പോയിൻ്റ് ഇട്ടാൽ ചാർട്ടിൻ്റെ മധ്യബിന്ദു കിട്ടും. യെസ്. അപ്പോൾ ഈ അളവ് 1.5 സെൻറ്റിമീറ്ററിൽ ഞാനിപ്പോൾ വരയ്ക്കുന്ന എല്ലാ വരകളും നിങ്ങൾ ചാർട്ടിലേക്കാവുമ്പോൾ 3 സെൻറ്റിമീറ്ററാണ്. പക്ഷേ ആദ്യം തന്നെ ഇത് കണ്ട് ചാർട്ടിലേക്ക് വരയ്ക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം A3 പേപ്പറിൽ തന്നെ നിങ്ങളിതൊന്ന് പ്രാക്ടീസ് ചെയ്യണം, എന്നിട്ടാണ് ചാർട്ടിലേക്ക് മാറ്റാവുക. അപ്പോഴാണ് ഇത് ചെയ്യാനാവുന്നുണ്ടോ എന്ന് മനസ്സിലാകുക. അപ്പോൾ ചാർട്ടിലാണെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ കിട്ടുന്നത് 3 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള സമഭുജ സാമാന്തരികങ്ങളാണ്. എത്രയെണ്ണം? 12 എണ്ണം. 12 റെഗുലറായിട്ടുള്ള രൂപം എന്ന് വെച്ചാൽ സമഭുജ സാമാന്തരികം തന്നെയാണ്. എല്ലാ വശങ്ങളും 3 സെൻറ്റിമീറ്റർ വീതമുള്ളതാണ് നിങ്ങൾക്ക് കിട്ടുക. ഇതാ വീണ്ടും അതേ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഞാനെടുത്തത് 1.5 സെൻറ്റിമീറ്ററാണ്. നിങ്ങളെടുക്കുന്നത് അപ്പോഴും 3 തന്നെയാണ്. ചാർട്ടിലേക്ക് മാറ്റുമ്പോൾ 3 സെൻറ്റിമീറ്റർ തന്നെയാണ് എടുക്കേണ്ടത്. വീണ്ടും അതിൻ്റെ രണ്ടിൻ്റെയും മധ്യബിന്ദു കാണുകയാണ്. അപ്പോൾ 2 ശീർഷങ്ങളിൽ നിന്നും തിരിച്ചും മറച്ചും ആർക്ക് വീശി മുറിക്കുകയാണ്. ഇപ്പോൾ ചാർട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അധികം കട്ടി കുറഞ്ഞ ചാർട്ട് വാങ്ങരുത്. പ്രാക്ടീസ് ചെയ്യാൻ പോലും കുറച്ച് കട്ടിയുള്ളത് തന്നെ JK കാർഡാണ് വാങ്ങേണ്ടത്. സാധാരണ ചാർട്ടിൽ പ്രത്യേകിച്ചും ഈ സീസൺ ഈർപ്പമുള്ള സമയമായതുകൊണ്ട് അത് പെട്ടെന്ന് കീറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ചെറിയ ഈർപ്പവും നമ്മൾ വരയ്ക്കുന്ന ഒന്ന് മടങ്ങിപ്പോയാൽ മതി, കീറിപ്പോകും. അപ്പോൾ കട്ടിയുള്ള JK കാർഡാണ് വാങ്ങേണ്ടത്, ചാർട്ടിൻ്റെ അതേ വലുപ്പമുള്ള. ഇതായിപ്പോൾ നമ്മൾക്ക് കിട്ടിയ ആ പോയിൻ്റുകൾ ചേർത്ത് വരയ്ക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ 12 വശങ്ങളിലും വീണ്ടും സമഭുജ സാമാന്തരിക റോംബസ് ഉണ്ടാവും. റെഗുലറായിട്ടുള്ള രൂപം തന്നെ ഉണ്ടാവും.
അപ്പോൾ ഇവിടെ നമ്മൾ ജിയോമെട്രിക്കൽ ചാർട്ട് അവതരിപ്പിക്കുമ്പോൾ ഒരു പ്രധാന കാര്യം നിങ്ങൾക്ക് പഠിക്കാനുള്ള എന്താശയമാണ് ഇതിലുള്ളതെന്നാണ്. അപ്പോൾ UP കുട്ടികളാണെങ്കിലും പ്രത്യേകിച്ച് ഹൈസ്കൂൾ കുട്ടികൾക്ക് ധാരാളം ആശയമുള്ള ഒരു ചാർട്ടാണ്. അപ്പോൾ ഇത് അരിത്തമെറ്റിക്കൽ സീക്വൻസിലൂടെയാണ് ഇതിൻ്റെ കോണളവ് വിരിഞ്ഞ് വലുതായി വരിക. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ആ ചെറിയ ഒരു സാമാന്തരികം ഏറ്റവും ചെറുത് ഉൾഭാഗത്തുള്ള ചെറിയ കോണിൻ്റെ അളവ് 30 ഡിഗ്രിയാണ്. പക്ഷേ നമ്മളത് 30 ഡിഗ്രി അളന്നിട്ടില്ല. പക്ഷേ അത് കിട്ടും 30 ഡിഗ്രിയാണ്. എങ്ങനെയാണ്? ഒരു സർക്കിളിനെ 12 തുല്യ ഭാഗമാക്കിയതാണ്. ഒരു സർക്കിളിൻ്റെ ഉൾക്കോണുകൾ നമുക്ക് അളന്ന് നോക്കിയാൽ 360 ഡിഗ്രിയാണ് ഉണ്ടാവുക. അപ്പോൾ അതിനെ 12 തുല്യ ഭാഗമാക്കുക എന്ന് പറഞ്ഞാൽ 360 ഡിവൈഡഡ് ബൈ 12 12. അപ്പോൾ നമുക്ക് കിട്ടുക 30. അങ്ങനെയാണ് നമ്മളത് 30 കറക്റ്റ് 30 തന്നെയാണ്. അത് പ്രൊട്രാക്ടർ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ബോധ്യമാവും 30 ഡിഗ്രിയാണ്. വീണ്ടും നമ്മൾ പുറത്തേക്ക് ആർക്ക് വീശി കൊണ്ടുപോവാണ്. അപ്പോൾ തുടക്കത്തിൽ 30, അതൊരു ചതുർഭുജമാണ്. ഓപ്പോസിറ്റ് ഇതായി നോക്ക്. ഇപ്പം നമ്മൾ വരച്ചെടുക്കുന്നത് ഒരു സ്ക്വയറാണ്. അതായത് ആദ്യം 30 ഡിഗ്രിയാണ് നമുക്ക് കിട്ടിയത്. പിന്നീട് 30 ഡിഗ്രിയും കൂടെ വളർന്ന് 60 ഡിഗ്രി, 30 + 30 60. അടുത്ത ഘട്ടത്തിൽ നമുക്ക് കിട്ടുന്നത് 90ആണ്. അതായത് ഒരു മട്ടകോണ് റൈറ്റ് ആംഗിൾ ആണ്. അവിടെ 90 ഡിഗ്രിയാണ് കിട്ടുന്നത്. അപ്പോൾ 30 60 90. അപ്പോൾ ഒരു സമാന്തര ശ്രേണി അരിത്തമെറ്റിക്കൽ സീക്വൻസ് കൃത്യമായി ആ രൂപത്തിലാണ് ഇതിൻ്റെ കോണ് വിരിഞ്ഞ് വലുതായി വരുന്നത്. ഒപ്പം നമുക്ക് കിട്ടുന്ന എല്ലാ രൂപങ്ങളും ചതുർഭുജങ്ങളാണ്, സാമാന്തരികങ്ങളാണ്. ഇത് മാത്രമേ സ്ക്വയറുള്ളൂ. അതായത് രണ്ട് ഘട്ടം കഴിഞ്ഞ് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അത് ഒരു സ്ക്വയറാണ്. എല്ലാ ഭാഗവും 90 ഡിഗ്രി തന്നെയായിരിക്കും. ആദ്യം 2 കിട്ടിയതും സമഭുജ സാമാന്തരികങ്ങളാണ്, റോംബസാണ്. ഇനി കിട്ടാനുള്ളതും അതുപോലെ തന്നെയാണ്, റോംബസ് തന്നെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ആ 1.5 സെൻറ്റിമീറ്റർ എന്നുള്ളതിന് പകരം നിങ്ങൾ ചെയ്യുമ്പോൾ 3 സെൻറ്റിമീറ്റർ, ചാർട്ടിലേക്ക് മാറ്റുമ്പോൾ 3 സെൻറ്റിമീറ്റർ. ഇതാ വീണ്ടും 1.5 സെൻറ്റിമീറ്റർ കൊണ്ട് ആർക്ക് വീശി പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ അതാ ഒരു കോണ് കുറച്ചും കൂടെ വലുതായിട്ട് കാണാം. ആ കോണിൻ്റെ അളവ് 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 30 60 90 120 ആ ശ്രേണി, ആ സീക്വൻസ് വലുതായി വരികയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഒരു ജിയോമെട്രിക്കൽ ചാർട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് പറയാനുള്ളത്. ഇന്ന പാഠഭാഗമായിട്ട് ബന്ധമുള്ള ഞങ്ങൾക്ക് പഠിക്കാനുള്ള സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക്കൽ സീക്വൻസാണ് ഇതിലുള്ളതെന്ന് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാനാവണം. ഇതാ. അപ്പോൾ ഇതും നമ്മൾ 2 ഭാഗവും വരച്ചെടുക്കുമ്പോൾ വീണ്ടും സാമാന്തരികം, സമഭുജ സാമാന്തരികം തന്നെയാണ്, റോംബസ് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ആ റോംബസിൻ്റെ അളവ് മാറി വന്ന് നമുക്ക് നേരത്തെ 30 ചെറിയ കോണ് തുടങ്ങിയത് 30 ഡിഗ്രി എന്നാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് 30 ആയിരിക്കുമല്ലോ, 30 30. അപ്പോൾ ബാക്കിയുള്ള വലിയ കോണിൻ്റെ അളവ് 150 150 ആയിരിക്കും. ആകെ 360 ആണല്ലോ. അപ്പോൾ 30 30 60 കഴിഞ്ഞാൽ ബാക്കി 300. അപ്പോൾ അത് 2 ഭാഗമാക്കുമ്പോൾ 150 150. അപ്പോൾ അതിൻ്റെ റേഷ്യോ എത്രയാണ്? 30 150 എന്ന് പറഞ്ഞാൽ 1:5 ആണ്. 1:5 എന്നുള്ള രൂപത്തിലാണ് ആദ്യത്തെ കോണളവ്. അതായത് ആദ്യത്തെ സാമാന്തരികത്തിൻ്റെ ചെറിയ കോണിൻ്റെയും വലിയ കോണിൻ്റെയും അളവുകൾ തമ്മിലുള്ള റേഷ്യോ, അംശബന്ധം 1:5 ആണ്. രണ്ടാമത്തെ ലെയറിലേക്ക് എത്തുമ്പോൾ 30 60 മാറി, 150 120 മാറി. അപ്പോൾ 60 120 രണ്ടാകത്ത്. അപ്പോൾ 60 120 എന്ന് പറയുമ്പോൾ 1:2 യെസ്. ഇതാ. പിന്നീട് ആർക്ക് വീശുന്നില്ല, നമ്മൾ ആ അറ്റങ്ങൾ തമ്മിൽ യോജിപ്പിക്കുകയാണ്, അഗ്രഭാഗം തമ്മിൽ യോജിപ്പിച്ച് നേർ വര വരയ്ക്കുകയാണ്.
ആ നേർവരയുടെ കോണളവ് നമുക്കറിയാം എത്രയാണ്, 180 ഡിഗ്രിയാണ്. അപ്പോൾ കൃത്യമായി ഉള്ളൊന്നും പിരിഞ്ഞ് വന്നത് എങ്ങനെയാണ്, 30, 60, 90, 120, 150. അതായത് ആ പുറത്തുള്ള ഏറ്റവും വലിയ കോണ് 150ആണ്. നമ്മളിപ്പോൾ വരയ്ക്കുന്ന നേർവര 180ആണ്. യെസ്, 30, 60, 90, 120, 150, 180 എന്നുള്ള കൃത്യമായ അരിത്തമെറ്റിക്കൽ സീക്വൻസ് നമുക്കിവിടെ കാണാം. യെസ്. മറ്റൊന്ന് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു റെഗുലർ പോളിഗൺ തന്നെയാണ്. 12 വശങ്ങളുള്ള റെഗുലർ പോളിഗണാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത, നമ്മൾ തുടങ്ങിയത് ഇവിടെ നിന്നാണ്, 1.5 സെൻറ്റിമീറ്റർ നിന്നാണ്. അപ്പോൾ അതിൻ്റെ അറ്റത്ത് നമ്മൾ അളന്ന് നോക്കിയാൽ, ആ നേർരേഖ അളന്ന് നോക്കിയാൽ 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. നിങ്ങൾ ചാർട്ടിൽ ചെയ്യുമ്പോൾ 3-ൽ തുടങ്ങി അത് അവസാനിക്കുന്നത് 6 സെൻറ്റിമീറ്ററിലാണെന്ന് കൃത്യമായി കാണാം. ഇതാ ഇപ്പോൾ നമ്മൾ ചെയ്തത് 8 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരച്ച് അതിനെ ആ റേഡിയസ് കൊണ്ട് തന്നെ കട്ട് ചെയ്ത് 6 തുല്യ ഭാഗമാക്കി. അങ്ങനെ ആ 6 പോയിൻറ്റിൽ നിന്നും വീണ്ടും അതേ റേഡിയസിൽ പുറത്തേക്ക് ആർക്ക് വീശി മുറിക്കുകയാണ്. ഇതാ നമ്മൾ തുടക്കത്തിൽ ചെയ്ത പോലെ തന്നെ അതേ റേഡിയസിലാണ്. അപ്പോൾ 8 സെൻറ്റിമീറ്ററാണ് നമ്മൾ ആർക്ക് വീശിയതും സർക്കിൾ എടുത്തതും. സർക്കിളിന് വേണ്ടി എടുത്ത റേഡിയസും 8 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇപ്പോൾ വരയ്ക്കുന്ന വരയുടെ ലെങ്ത്ത്, ആ വരയുടെ ലെങ്ത്തും 8 സെൻറ്റിമീറ്ററാണ്. ഇങ്ങനെ ഇതിന് ചുറ്റും ഒരു സ്റ്റാർ കൃത്യമായി നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ വിശദീകരിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഒരു ചാർട്ട് അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ ഇതിൽ കളർ ചെയ്ത് വരുമ്പോൾ വീണ്ടും വീണ്ടും ഓരോ ഭാഗത്തും നമുക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പാഠഭാഗവുമായി ബന്ധിപ്പിച്ച് പറയാനുണ്ടാവും. ഇത് നോക്ക്, ഇപ്പോൾ ഒരു സ്റ്റാറിൻ്റെ ഉള്ളിലായി നമ്മളെ രൂപം. സ്റ്റാർ എന്ന് പറഞ്ഞാൽ അവിടെ ഇതാ ആ ചെറിയ കോണ്, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കോണ്, അത് കൃത്യമായ 60 ഡിഗ്രി ആയിരിക്കും. അതുപോലെ പുറം ഭാഗത്തുള്ള ആ അടുത്ത വരകൾ പരിശോധിച്ചാൽ നമുക്കവിടെ കാണാം 120 ഡിഗ്രി ആയി. ഇതാ ഇപ്പോൾ ചെയ്യുന്നത് 4 സെൻറ്റിമീറ്റർ റേഡിയസിൽ അത് കോമ്പസ് എടുത്തതിന് ശേഷം ആ വരയിൽ 2 അടയാളം 4 സെൻറ്റിമീറ്റർ കൊണ്ട് പിന്നീട് ഉള്ളിലേക്ക് ആർക്ക് വീശി പുതിയൊരു പോയിൻ്റ് കിട്ടുകയാണ്. അങ്ങനെ വരുമ്പോൾ അതാ ആ 4 വരകളുടെയും ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ 4 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള മറ്റൊരു റോംബസ് സമഭുജ സാമാന്തരികമാണ് നമുക്കവിടെ കിട്ടി. കണ്ടോ, അവിടെയും കോണളവ്, ചെറിയ കോണിൻ്റെ അളവ് 60 ഡിഗ്രി ആയിരിക്കും, വലിയ കോണിൻ്റെ അളവ് 120 ഡിഗ്രി ആയിരിക്കും. നമ്മൾ കോൺ അളന്നിട്ടില്ല, പക്ഷേ നമുക്ക് കൃത്യമായിട്ടത് പറയാൻ പറ്റും. പരിശോധിച്ചാൽ അതേ അളവ് തന്നെയാണ് ഉണ്ടാകുക. സമഭുജ സാമാന്തരികം തന്നെയാണ്. അപ്പോൾ 4 വശങ്ങളിലും 4 സെൻറ്റിമീറ്റർ വീതമാണ്. നിങ്ങൾ ചാർട്ടിലേക്ക് എത്തുമ്പോഴോ അത് 8 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള സാമാന്തരികമായിട്ട് മാറും. ഇതാ 6 വശങ്ങളിലും ചെയ്തെടുത്താൽ ഇങ്ങനെയാണ് ഉണ്ടാകുക. ഇനി അടുത്ത സ്റ്റെപ്പ് 6 സെൻറ്റിമീറ്റർ റേഡിയസ്, 6 സെൻറ്റിമീറ്റർ റേഡിയസിൽ കോമ്പസ് എടുക്കുകയാണ്. നിങ്ങൾക്കത് 12 സെൻറ്റിമീറ്റർ ചാർട്ടിലേക്ക് വരുമ്പോൾ 12 സെൻറ്റിമീറ്റർ. ചിലപ്പോൾ ചാർട്ടിൻ്റെ അറ്റത്തേക്ക് എത്തിയെന്ന് വരും. അങ്ങനെയാണെങ്കിൽ 12 എടുക്കേണ്ട, ഒരു സർക്കിളിൻ്റെ ഏറ്റവും പുറത്തുള്ള ആ ഒരു ഭാഗം ഒഴിവാക്കി നമുക്ക് 10 സെൻറ്റിമീറ്റർ എടുക്കാം. യെസ്, ഇതാ ചാർട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ ഏറ്റവും അറ്റത്തായി പോയെങ്കിൽ ആ ഒരു വൃത്തഭാഗം നിങ്ങൾക്ക് ഒഴിവാക്കിയെടുക്കാം. ഇതാ ഇപ്പം ആദ്യം 6 സെൻറ്റിമീറ്റർ റേഡിയസിൽ വൃത്തഭാഗം വരച്ച് പിന്നീട് 5 സെൻറ്റിമീറ്ററിലാണ്, 5 സെൻറ്റിമീറ്ററിൽ വരയ്ക്കുകയാണ്. ഇനി അത് 4 സെൻറ്റിമീറ്ററിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഈ ഭാഗമാണ് ഞാൻ പറഞ്ഞത്, കൃത്യമായി 120 ഡിഗ്രി ആയിരിക്കും. ഇതും അളന്നു നോക്കിയിട്ടല്ല, പക്ഷേ നമുക്കത് ഉറപ്പാണ് 120 ഡിഗ്രിയിലാണ്. അപ്പോൾ ഒരു വൃത്തത്തിൻ്റെ കൃത്യം 1/3 ആണ്
120 എന്ന് പറയുമ്പോൾ 360ൻ്റെ 1/3. അതുകൊണ്ട് തന്നെ ഒരു സർക്കിളിൻ്റെ 1/3 ആണത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളും പാഠഭാഗമായി പഠിക്കാനുള്ള കാര്യങ്ങളുമായി ബന്ധിപ്പിച്ച് പറയുന്ന വേണം. യെസ്. അപ്പോൾ ഓരോ സെൻറ്റിമീറ്റർ ഇടവിട്ടാണ് ഞാനിപ്പോൾ വൃത്തഭാഗങ്ങൾ വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ആ ഇൻ്റർവെൽ, ആ ഇടവേള 1 പകരം 2 സെൻറ്റിമീറ്ററാണ് കിട്ടുക. അപ്പോൾ മാക്സിമം വലുത് ചിലപ്പം 12 വരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ 10 വരച്ചാൽ മതി. 10, 8, 6, 4, 2 എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ആ പുറത്തുള്ള ഒരൊറ്റ വൃത്തഭാഗം മാത്രമേ നിങ്ങൾക്ക് ഒഴിവാകൂ. ബാക്കിയെല്ലാം ചാർട്ടിൽ ഏറ്റവും ഭംഗിയായി തന്നെ വരയ്ക്കാം. അപ്പോൾ സ്കൂൾ തല പരിപാടികളെല്ലാം നടക്കുന്നതുകൊണ്ടാണ് ആ ചാർട്ടിൻ്റെ അളവ് തന്നെ പറയുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മൾ 1 സെൻറ്റിമീറ്ററാണ് വരയ്ക്കുന്നത്. നിങ്ങൾ ചാർട്ടിലാണെങ്കിൽ അത് 2 സെൻറ്റിമീറ്ററുള്ള വൃത്തഭാഗമായിരിക്കും. യെസ്, ഈ രൂപത്തിലാണ്. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, കോണളവിന് ഒരു മാറ്റവും ഇല്ല. നമ്മൾ എടുക്കുന്ന നീളം മാത്രമേ പകുതിയാവുന്നുള്ളൂ, ഇരട്ടിയാവുന്നുള്ളൂ. കോണളവ് 120 തന്നെയാണ്, 60 തന്നെയാണ്, 30 തന്നെയാണ്. ഇനി നമ്മൾ ആ സാമാന്തരികം 6 എണ്ണം ഉണ്ടല്ലോ, അത് ഓരോന്നും 4 തുല്യ ഭാഗമാക്കുക. അപ്പോൾ 1, 2, 3. അപ്പോൾ ഒരറ്റത്ത് 0 മറ്റേ അറ്റത്ത് 4 അങ്ങനെയാണെങ്കിൽ 1, 2, 3 പോയിൻ്റുകളാണ് ഓരോ സെൻറ്റിമീറ്ററിനും പോയിൻ്റ്. നിങ്ങൾ ചാർട്ട് ചെയ്യുമ്പോൾ 1 പകരം 2 സെൻറ്റിമീറ്റർ ഇടവിട്ട് 2, 4, 6 കിട്ടുക. ഇനി അത് ചേർത്ത് വരയ്ക്കും. നോക്ക്, 1, 1 ചേർത്ത് വരയ്ക്കുകയാണ്. 2, 2, 3, 3 അങ്ങനെ വരയ്ക്കുമ്പോൾ അത് 4 ഭാഗമായി. ഇനി അത് തിരിച്ചും വരുമല്ലോ. തിരിച്ചും 4 ഭാഗമാകുമ്പോൾ 4 × 4 16 തുല്യ ഭാഗങ്ങളാവുകയും 16 സാമാന്തരികങ്ങൾ, സർവസമങ്ങളായ കോൺഗ്രുവൻ്റായ 16 സാമാന്തരികങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. സമഭുജ സാമാന്തരികങ്ങൾ തന്നെയാണ്. അവിടെയും 1:2 എന്നുള്ള രൂപത്തിലാണ് ആ കോണളവ്. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നു. നോക്ക്, ആ 2 അറ്റവും ചേർത്ത് വരയ്ക്കുകയാണ്. പിന്നീട് വൃത്തഭാഗം അവസാനിച്ച അവിടുന്ന് നേർരേഖ പോവാണ് ആ ത്രികോണത്തിൻ്റെ അറ്റത്തേക്ക്. അപ്പോൾ ലെഫ്റ്റിൽ ഇങ്ങനെയാണെങ്കിൽ റൈറ്റിലും അങ്ങനെ തന്നെയാണ്, മറ്റേ വശത്തും അങ്ങനെ തന്നെയാണ് വരിക. ആ അറ്റത്തേക്ക് ത്രികോണം വരയ്ക്കുകയും പിന്നീട് വൃത്തഭാഗം അവസാനിച്ചിടത്തേക്ക് അവിടുന്ന് നേർരേഖ നീട്ടുകയാണ് ചെയ്യുന്നത്. യെസ്. അപ്പോൾ ആ അറ്റത്തുനിന്ന് വിടർന്ന് വരുന്ന രൂപത്തിലാണ് നമുക്ക് ചിത്രം ഉണ്ടാകുക. ഈ രൂപത്തിലാണ് കിട്ടുക. ഇങ്ങനെ 6 ഭാഗത്തും ചെയ്തെടുക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആ സാമാന്തരികം, സമഭുജ സാമാന്തരികം 16 തുല്യ ഭാഗങ്ങളാക്കണം. 4 × 4. അപ്പോൾ 1, 2, 3 പോയിൻ്റ് അടയാളപ്പെടുത്തിയിട്ട് തലങ്ങനെയും വിലങ്ങനെയും ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും വരയ്ക്കുക. അപ്പോൾ ഒരേപോലുള്ള 4 × 4 16 സമഭുജ സാമാന്തരികങ്ങൾ, സർവസമങ്ങളായ സമഭുജ സാമാന്തരികങ്ങൾ ഉണ്ടാവും. യെസ്. രണ്ടാമത്തെ ഭാഗവും ചെയ്ത് അവിടുന്നും വിരിഞ്ഞ് വരുന്ന രൂപത്തിലാണ്. യെസ്. ഇവിടെയും അങ്ങനെ തന്നെ. അപ്പോൾ ഞാനിത് കൃത്യമായി ചാർട്ടിൻ്റെ അളവ് തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പല വീഡിയോയും കണ്ട് കുട്ടികൾ കമൻറ്റിൽ ഇത് ചാർട്ടിലേക്ക് വരക്കുന്ന അളവ് ചോദിക്കുന്നുണ്ട്. എനിക്ക് കമൻറ്റിൽ ഇത്രയും ദീർഘമായിട്ടുള്ള മറുപടി പറയൽ എളുപ്പമല്ല. അതുകൊണ്ടാണ് വീഡിയോ തന്നെ വളരെ കൃത്യമായി പറയുന്നത്.
ഇനി അങ്ങനെ വല്ല സംശയമുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൃത്യമായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളൊരു വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി, ഇല്ലേ ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടാൽ മതി. ഫോൺ ചെയ്താൽ എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം പലപ്പോഴും പല വർക്കിലും ആയിരിക്കും, പല ക്യാമ്പിലും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് വാട്സപ്പിൽ എല്ലാ മെസ്സേജിനും ഞാൻ കൃത്യമായി തന്നെ മറുപടി, കുറച്ച് താമസിച്ചാലും ഞാനത് കാണുകയും അതിന് മറുപടി കൊടുക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ കമൻറ്റിൽ ദീർഘമായ മറുപടി പറയാൻ പറ്റാത്തതുകൊണ്ട് എനിക്കത് കഴിയില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ കൃത്യമായി ചാർട്ട് പേപ്പറിലേക്ക് വലുതാക്കുമ്പോഴുള്ള അളവ്. ഇത് 6 ഭാഗത്തും ചെയ്തെടുത്താൽ ഇതാ ഈ രൂപത്തിൽ കിട്ടും. അപ്പോൾ ഇനിയും ഉള്ളിൽ പല ഭാഗങ്ങളും വെള്ളയുടെ ഭാഗങ്ങളുണ്ട്, അത് ഇനിയും നമ്മൾ കട്ട് ചെയ്ത് ചെറുതാക്കിയെടുക്കണം. ഇതാ നോക്ക്, ആ 2 ശീർഷങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് നേർരേഖ വരയ്ക്കുകയാണ്. അടുത്തത് നമ്മൾ 4 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ആ പോയിൻ്റ് കണക്കാക്കിയാണ് വെക്കുന്നത്. ഇതാ അവിടത്തേക്കാണ് സ്കെയിൽ വെക്കുന്നതെങ്കിലും വര ഉള്ളിലേക്ക് മാത്രം കാണുന്നുണ്ടാവും. നമ്മൾ റോംബസ് മുറിച്ചിടാൻ വേണ്ടി ആ ഓരോ സെൻറ്റിമീറ്റർ പോയിൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടത്തേക്കാണ് ഇതാ കൃത്യമായിട്ട് ആ പോയിൻറ്റിലേക്കാണ് വെക്കുന്നത്. 1ാമത്തെ പോയിൻറ്റിലേക്ക് വെച്ച്, പക്ഷേ വര ഉള്ളിലേക്ക് മാത്രം. ഇപ്പോൾ 2ാമത്തെ പോയിൻറ്റിൽ ഇതാ 3ാമത്തെ പോയിൻ്റ്. ഇങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ സ്കെയിലിൻ്റെ മുകൾ ഭാഗമെല്ലാം ഒരൊറ്റ പോയിൻറ്റിലാണ് നിൽക്കുന്നതെങ്കിലും താഴേക്ക് ഓരോ സെൻറ്റിമീറ്റർ നീങ്ങി വരികയാണ്. ആ സെൻറ്റിമീറ്റർ കാണാൻ വേണ്ടിയിട്ടാണ് അത് താഴെ നമ്മൾ സാമാന്തരികം നിർമ്മിച്ച് ആ പോയിൻറ്റിലാണ് ടച്ച് ചെയ്ത് വരുന്നത്. അപ്പോൾ ചാർട്ടിൽ വലുതാക്കി വരച്ചെടുത്താൽ വളരെ ഭംഗിയുള്ളൊരു ചിത്രമായിരിക്കും. നമ്മൾ ഇത്തരത്തിലുള്ള ചിത്രം മുമ്പ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഏറ്റവും പുതുമയുള്ള ചിത്രമാണ്. പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അത് UP തലത്തിലാണെങ്കിലും ഹൈസ്കൂൾ തലത്തിലാണെങ്കിലും ധാരാളം ഓരോ ക്ലാസ്സിലും പഠിക്കാനുള്ള ആശയങ്ങൾ നമുക്കിതിൽ കണ്ടെത്തിയിട്ട് പറയാൻ പറ്റും. ഇതാ 6ാമത്തെ സൈഡും കൂടെ ചെയ്യുകയാണ്. അപ്പോൾ ഏറ്റവും വലിയ വരയാണ് ആദ്യം വരയ്ക്കുന്നത്, അതിൽ ചെറുത്. അപ്പോൾ ഓരോന്നും ആനുപാതികമായിട്ട് ചെറുതായി വരും. ഇനി പുറത്തുള്ള ഭാഗം, ആ വൃത്തഭാഗം, അത് നമുക്ക് കട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പ്രൊട്രാക്ടർ വെച്ചതിന് ശേഷം ഓരോ 10 ഡിഗ്രി, ഞാൻ പറഞ്ഞില്ലേ കൃത്യം 120 ഡിഗ്രി ആയിരിക്കും. വളരെ കൃത്യമായിട്ട് 120 ഡിഗ്രിയാണ്. അപ്പോൾ 10, 20, 30, 40, 50, 60, 70, 80, 90, 100, 110 വരെ. 120-ന് അവിടെ പോയിൻ്റ് ഉണ്ട്, വരയുണ്ട്. എന്നിട്ട് ഓരോ പോയിൻറ്റിലൂടെയും വരയാണ്. പക്ഷേ ഉള്ളിലുള്ള വൃത്തഭാഗം മുതൽ പുറത്തുള്ള വൃത്തഭാഗം വരെയാണ്, കേന്ദ്രത്തിലേക്ക് എത്തുന്നില്ല. പക്ഷേ സ്കെയിൽ എപ്പോഴും ആ പോയിൻ്റിലാണ്. നമ്മൾ എവിടെയാണോ വൃത്തഭാഗം വരച്ച് അതിൻ്റെ കേന്ദ്രം, ആ കേന്ദ്രത്തിലാണ് വെക്കുന്നതെങ്കിലും വര കേന്ദ്രം വരെ എത്തുന്നില്ല. അപ്പോൾ ഓരോ 10 ഡിഗ്രിക്കും ഇങ്ങനെ കട്ട് ചെയ്തിടുക. അപ്പോൾ 1, 2, 3, 4, 5 5 × 12 60. 5, 12, 60 കളങ്ങൾ ഇവിടെ തന്നെയുണ്ട്, ഈ ഒരു ഭാഗത്ത് തന്നെ. അപ്പോൾ അങ്ങനെ 6 ഭാഗത്തും വരുമ്പോൾ 60 × 6 360 കളങ്ങൾ ഏറ്റവും ആ പുറത്തുള്ള വൃത്തഭാഗത്തിൽ മാത്രമുണ്ട്. ഇത് മൊത്തം എത്ര കളങ്ങളാണെന്നൊക്കെ നമുക്ക് എണ്ണിയെടുക്കാം കേട്ടോ. ഇതാ കളർ കൊടുക്കാൻ പോവാണ്. ഒന്നിടവിട്ട് യെല്ലോ കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന പെന്ന് ബ്രഷ് പെന്ന് എന്ന് പറഞ്ഞൊരു പെന്നാണ്. കണ്ടാൽ പെന്ന് പോലെ തന്നെ തോന്നും, പക്ഷേ അതിൻ്റെ അറ്റത്ത് ബ്രഷാണ്. കുറച്ചൊന്ന് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പെന്നാണ്, പക്ഷേ വളരെ ഗംഭീരമായിട്ട് കളർ ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഞാനിത് എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഇതുകൊണ്ട് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. വളരെ ക്ലിയറായി നമുക്ക്
കൊടുക്കാൻ കഴിയും. ബ്രഷ് പെൻ ഞാനതിൻ്റെ ആ സെറ്റ് ആ പാക്കൊക്കെ ഞാൻ പലപ്പോഴും കാണിച്ചതാണ്. വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരും. അപ്പോൾ ഒന്നിടവിട്ട് ലൈറ്റ് ഗ്രീനും യെല്ലോ കൊടുത്തതിന് ശേഷം ഒന്നിടവിട്ടുള്ള കളങ്ങളിൽ ഓറഞ്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു ചതുരക്കട്ടയുടെ 3 ഭാഗത്തും 3 കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇവിടെ റോസ് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ചതുരക്കട്ട മാത്രം എടുക്കുമ്പോൾ, ഒരു ക്യൂബ് മാത്രം നമ്മൾ എടുക്കുമ്പോൾ അതിൽ 3 വശത്ത്, ക്യൂബിൻ്റെ 3 വശങ്ങളാണ് നമ്മൾ കാണുക. ആ 3 വശത്ത് 3 വ്യത്യസ്ത കളറ് കാണാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ആ ഭാഗം മുഴുവൻ ചെയ്തെടുത്താൽ ഇങ്ങനെയാണ് ഉണ്ടാകുക. അപ്പോൾ ഏറ്റവും ഔട്ടർ പാർട്ടിൽ ഞാൻ ബ്ലാക്കാണ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ആ ശ്രേണി കണ്ടിട്ടുണ്ടാവും. 30 ഏറ്റവും ഉള്ളിലുള്ള കോണ് 30, 60, 90, 120, 150, ഏറ്റവും ഒടുവിൽ എത്തുമ്പോൾ 180 വരുന്നു. രണ്ടാമത്തെ ആ ഭാഗം ഈ രൂപത്തിലാണ്. ആദ്യം വയലറ്റ്, ലൈറ്റ് ബ്ലൂ, ഓറഞ്ച്, യെല്ലോ എന്നുള്ള രൂപത്തിൽ ആണ് ചെയ്തത്. അപ്പോൾ ഡാർക്ക് കളറിൻ്റെ ഉള്ളിലുള്ള ആ വൈറ്റ് പോർഷനും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും. അപ്പോൾ ഈ രൂപത്തിലാണ് കളർ ഓരോന്നും കൊടുക്കുന്നത്. യെസ്. അപ്പോൾ കളർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ പെൻസിൽ കൊണ്ടാണ് വരച്ചത്, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷേ വർക്ക് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ കൂടെ ബ്ലാക്ക് CD മാർക്കർ കൊണ്ട് വരച്ചാൽ മാത്രമേ ചിത്രത്തിന് നല്ല തെളിച്ചമുണ്ടാവും. ഇപ്പോൾ ഞാൻ ചെയ്തത് അതാണ്. പെൻസിലിൻ്റെ വരകളിലൂടെ അതിൻ്റെ മേലെ കൂടെ എല്ലാം ബ്ലാക്ക് CD മാർക്കർ കൊണ്ട് വരച്ചതാണ്. ഒപ്പം നമ്മൾ നേരത്തെ ആവശ്യമില്ലാത്ത വൃത്തവും അതുപോലെ ആർക്കും ആ ചാവങ്ങൾ വീശിയ ഭാഗങ്ങളെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം മായ്ച്ചെടുക്കുകയാണ്. അങ്ങനെ ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രമേ കളർ ചെയ്യാൻ തുടങ്ങാവൂ. ഓരോ ഭാഗത്തും കളർ ചെയ്ത് വികസിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ആ പുറത്തുള്ള പോർഷനിൽ 2 വീതം സെറ്റിലാണ് ബ്ലാക്ക് ചെയ്തത്. അതൊരു പരീക്ഷണം നടത്തി നോക്കിയാണ്. നമ്മൾ ഓരോന്നും മുമ്പ് എടുത്തിട്ടുണ്ട്. ഈ പ്രാവശ്യം 2 വീതം എടുത്താൽ എങ്ങനെ ഉണ്ടാവും നോക്കിയതാണ്. ബ്ലാക്ക് ചെരിഞ്ഞുള്ളിലേക്ക് വരുന്ന രൂപത്തിൽ. അതിനുശേഷം ബ്രൗണും അങ്ങനെ തന്നെ 2 വീതമാണ് എടുത്തത്. അപ്പോൾ ഒന്നും കൂടെ രസമായിട്ട് തോന്നിക്കുന്നുണ്ട്. അതുപോലെ ആ സ്റ്റാറിൻ്റെ അറ്റത്തേക്ക് 3 വ്യത്യസ്ത കളറ് നടുക്ക് വെള്ള വെച്ചുകൊണ്ടാണ് വികസിപ്പിച്ചത്. യെസ്. അതിനുശേഷം റെഡ്, ഓറഞ്ച്, യെല്ലോ, പിന്നീട് വൈറ്റ് എന്നുള്ള രൂപത്തിലാണ് അത് ചെയ്ത് അവസാനിപ്പിച്ചത്. ഈ രൂപത്തിലാണ് ചിത്രം ചെയ്തെടുത്താൽ ഉണ്ടാകുക. പക്ഷേ ഉള്ളിൽ വെള്ളയുടെ ഭാഗം കൂടുതലായിട്ട് തോന്നുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു ഭാഗം ഓറഞ്ച് കളർ എടുത്ത് ഫില്ല് ചെയ്യുകയാണ്. ഇപ്പോൾ ചെറിയൊരു പോർഷൻ വെള്ളം ഉണ്ടെങ്കിലും അതിന് അഭംഗിയൊന്നുമില്ല. അത് കൃത്യമായിട്ട് അവിടെ ചേരുന്നത് തന്നെയാണ്. യെസ്. അപ്പോൾ എല്ലാ വെള്ളയും നിങ്ങൾ ഡാർക്കാക്കാൻ നിൽക്കണ്ട. കാരണം ഇത് പൂക്കളമല്ല, ഇത് വെള്ളയും ഒരു കളറായിട്ട് തന്നെയാണ് നമ്മൾ കാണുക. അതിന് ചേരണമെന്ന് മാത്രം, അത് ചേർന്ന് നിൽക്കണം. അപ്പോൾ ചാർട്ടിൽ വലുതാക്കി വരച്ചാൽ വളരെ നല്ലൊരു ചിത്രമാണ്. അപ്പോൾ ഇതിൻ്റെ വിശദീകരണമെല്ലാം ഞാൻ കുറേ തന്നു കഴിഞ്ഞ്. സമാന്തര ശ്രേണി എങ്ങനെയാണ് വരുന്നത്, അതുപോലെ റേഷ്യോ എങ്ങനെയാണ് വരുന്നത്. മറ്റൊന്ന് നമ്മൾ പറയാൻ വിട്ടത്, ഒരേ പെരിമീറ്ററുള്ള ചതുർഭുജങ്ങളാണ്. ഒരേ പെരിമീറ്റർ, ചുറ്റളവ്, ഉള്ളിലുള്ള എല്ലാറ്റിൻ്റെയും ചുറ്റളവ് സെയിമാണ്. കാരണം 1.5 സെൻറ്റിമീറ്റർ നമ്മൾ വരച്ചതാണ്. അപ്പോൾ 6 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള ചതുർഭുജങ്ങളാണെല്ലാം. അപ്പോൾ ഒരേ പെരിമീറ്ററുള്ള ചതുർഭുജങ്ങളിൽ ഏരിയ ഏറ്റവും കൂടുന്നത് സ്ക്വയറിനാണ് എന്നുള്ള ഒരു കണ്ടെത്തലും കൂടെ നമുക്ക് കാണാം. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ചിത്രം നോക്കിയാൽ തന്നെ നമുക്ക് കാണാം.